കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ പരാതിയുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ എഫ്ഐആർ വരുമ്പോൾ ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്നുള്ള മരണമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷ്യവിഷബാധയെന്ന് ഈ എഫ്ഐആറിലില്ല. മറ്റൊന്ന് ഏത് ഹോട്ടൽ എന്നതും രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസിന് ഇതുവരെ ഹോട്ടൽ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വീട്ടുകാരുടെ പരാതി. എഫ്ഐആർ പുറത്തു വന്നതോടെ അവർ പോലീസിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ചേച്ചിക്ക് ഈ ശാരീരിക അസ്വസ്ഥത ഉണ്ടായത്. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല. ശാരീരിക അസ്വസ്ഥതകൾ മൂലം വയറ്റുവേദനയും കാര്യങ്ങളൊക്കെ മൂലം ആശുപത്രി അഡ്മിറ്റ് ആയെന്നാണ്. ഈ ഒരു കാര്യം എഴുതിയിട്ടില്ല. ഇങ്ങനെ അവർ എഴുതിയിരിക്കുന്നത്. നമ്മളവിടെ കാര്യങ്ങൾ ഇന്നലെയും സ്റ്റേഷനിൽ ചെന്നപ്പോഴൊക്കെ ഞാൻ ആ കാര്യം പറഞ്ഞതാണ്. എന്നെ ഇവരോടും പറഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ വെച്ചും പറഞ്ഞാണ്. ഡോക്ടർമാരോടും എല്ലാവരോടും പറഞ്ഞാൽ. അപ്പോൾ അവർ പറഞ്ഞ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ എവിടെ കഴിച്ച എന്നാ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് നമ്മൾ പോലീസുകാരോട് നമ്മൾ സംസാരിച്ചിട്ടില്ല. മീഡിയ വരുന്ന പോലെ ഒന്നും നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ എവിഡൻസ് എവിടെ നിന്നാണ് കഴിച്ചെന്നുള്ള ഒരു എവിഡൻസ് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടില്ല. ചേച്ചി അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടായിട്ടുള്ള എൻ്റെ തെളിവോ കാര്യങ്ങളൊന്നും ഫോണിലും ഇല്ല, ഒന്നുമില്ല. നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളതൊക്കെ ശാരീരിക വയറിളക്കവും ഛർദിലുമായിട്ടാണ് അഡ്മിറ്റ് ആക്കി എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയിട്ടുള്ളൂ. കാരണം ഈ സംഭവം എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ല. ഇല്ല, അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ജി ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. സഹോദരന്റെ വാക്കുകളാണ് ശ്രീജിത്ത് നമ്മൾ കേട്ടത്. എവിടെ നിന്ന് ഭക്ഷണം വാങ്ങി എന്നതിന്റെ ഒരു തെളിവില്ല എന്നുള്ളത് വീട്ടുകാരും പറയുന്നു. പക്ഷേ സഹോദരൻ ഉൾപ്പെടെ ഉള്ളവർ ഈ ഭക്ഷണം കഴിച്ചിരുന്നു. എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഒപ്പം ഈ ഹോട്ടലിൽ നിന്ന് അതേ ദിവസം ഭക്ഷണം കഴിച്ച 20-ലധികം പേർക്കും ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നത്? എഫ്ഐആറിൽ ഭക്ഷ്യവിഷബാധയെന്ന് പോലും രേഖപ്പെടുത്താത്ത ഒരു സാഹചര്യം എങ്ങനെ വരുന്നു? ഇത് സാങ്കേതികമാണ് രേണുക. സ്വാഭാവികമായും ഇത്തരൊരു കേസ് വരുന്ന സമയത്ത് പ്രാഥമിക വിവരം അനുസരിച്ച് മാത്രമാണ് പോലീസ് ഒരു എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. വീട്ടുകാരുടെ ഒരു ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഭക്ഷ്യവിഷബാധ എന്ന് വരുമ്പോൾ പോലും അതിൽ രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ച് ആന്തരാവയവ പരിശോധന റിപ്പോർട്ടൊക്കെ വന്ന ശേഷം മാത്രമേ അതിൽ അത്തരത്തിലൊരു നിഗമനത്തിലെത്താൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ എന്തായാലും ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർ ആശുപത്രിയിലായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ട്. നഗരസഭയുടെ നടപടിയും ഉണ്ടായിട്ടുണ്ട്. ഈ ഹോട്ടലിൽ നിന്ന് ആണോ കഴിച്ചത് എന്ന കാര്യത്തിൽ കുടുംബാംഗങ്ങൾക്കും ഹോട്ടലിൽ നിന്നോ ഓൺലൈൻ വഴി ഭക്ഷണം കഴിച്ചു എന്ന് രശ്മി പറഞ്ഞതായാണ് ഇന്നലെ അച്ഛനും മറ്റും നൽകിയിട്ടുള്ള വിവരം. അതിനപ്പുറത്തേക്ക് അത് ഓൺലൈൻ ഏത് ആപ്പ് വഴിയാണോ ഓർഡർ ചെയ്തത് എന്നത് അടക്കമുള്ള വിവരങ്ങൾ ഈ ഫോണിൽ നിന്ന് ഇനിയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വീട്ടുകാർക്കും അതേ ഒരു ആശയക്കുഴപ്പം അക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് പോലീസ് ആദ്യഘട്ടത്തിൽ ഈ ഹോട്ടലിലേക്ക് കേന്ദ്രീകരിക്കാൻ ഉള്ള പ്രധാന കാരണം ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് അന്ന് തന്നെ ബുദ്ധിമുട്ടുണ്ടായി, 31-ാം തീയതി തന്നെ ബുദ്ധിമുട്ടുണ്ടായി എന്നതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും ഈ ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന്, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഉണ്ടായത് എന്നുള്ള വിവരം ഇവർക്കൊപ്പം താമസിച്ച സഹപ്രവർത്തകരിൽ നിന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് ഹോട്ടലിൽ നിന്ന് പോലീസ് സ്വാഭാവികമായും അത് കണ്ടെത്താൻ അവർക്ക് സാങ്കേതിക സംവിധാനങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റു വിവരങ്ങളിലൂടെയൊക്കെ കണ്ടെത്താൻ കഴിയേണ്ടതാണ്. അതിൽ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആശങ്ക കൂടിയാണ് ഈ വീട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ കാര്യത്തിൽ ഇതിൽ സാങ്കേതികമായ ശാസ്ത്രീയമായ തെളിവുകൾ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ രാസപരിശോധനാ ഫലമൊക്കെ വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട തെളിവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സാങ്കേതികമാണ് ഈ വിഷയങ്ങൾ എന്നതാണ് ശ്രീജിത്ത് പറയുന്നത്. സാങ്കേതിക തെളിവുകൾ വളരെ നിർണായകമാകുന്ന കേസാണ് എന്നും ശ്രീജിത്ത് സൂചിപ്പിക്കുന്നു.